ഹായ് ഫ്രണ്ട്സ്, SSC 2025 സെലക്ഷൻ പോസ്റ്റിന് ചോദിച്ച സ്റ്റാറ്റിസ്റ്റിക്സിലെ ഒരു പോർഷനാണ് സ്ക്യൂനെസ് ആൻഡ് കോയിഫിഷ്യൻ ഓഫ് വേരിയേഷൻ. കോയിഫിഷ്യൻ ഓഫ് വേരിയേഷൻ ചോദിച്ചിട്ടില്ലെങ്കിലും സ്ക്യൂനെസ് ആയിട്ട് ബന്ധപ്പെട്ട കിടക്കുന്ന അല്ലെങ്കിൽ സ്ക്യൂനെസ് ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് കുറേ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കോയിഫിഷ്യൻ ഓഫ് വേരിയേഷനും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. സോ സ്ക്യൂനെസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എസിമെട്രി ആണ്. അതായത് ഒരു ഫങ്ഷൻ സിമെട്രിക്കലാണെങ്കിൽ നമുക്കതിനെ ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. അതായത് രണ്ട് ഭാഗത്തും അത് സിമെട്രിക്കലായിരിക്കും. ഇത് എത്രത്തോളം എസിമെട്രിക്കലാണ് എന്നുള്ളതാണ് സ്ക്യൂനെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ പോസിറ്റീവ് സ്ക്യൂനെസ് ആണെങ്കിൽ ഈ ഫങ്ഷൻ ഇവിടേക്ക് ഇതായി കിടക്കും. അതായത് പോസിറ്റീവ് ഭാഗത്തേക്ക് റൈറ്റ് ഭാഗത്തേക്ക് സ്ക്യൂനെസ് കൂടും. ആൻഡ് നെഗറ്റീവ് സ്ക്യൂനെസ് ആണെങ്കിൽ ലെഫ്റ്റ് ഭാഗത്തേക്ക് സ്ക്യൂനെസ് കൂടും. ഇനി സ്ക്യൂനെസ് 0 ആണെങ്കിൽ രണ്ട് ഭാഗത്തും പ്രോപ്പർലി ഈക്വലി ഡിവൈഡഡ് ആയിരിക്കും, സിമെട്രിക്കൽ ആയിരിക്കും. സോ സിമെട്രിക് ഫംഗ്ഷന് സ്ക്യൂനെസ് രണ്ട് ഭാഗത്തും ഈക്വൽ ആയിരിക്കും. പോസിറ്റീവ് ഭാഗത്തേക്ക് കൂടുതലാണെങ്കിൽ, പോസിറ്റീവ് സ്ക്യൂനെസ് ആണെങ്കിൽ റൈറ്റ് ഭാഗത്തേക്ക് കൂടുതലായിരിക്കും. നെഗറ്റീവ് സ്ക്യൂനെസ് ആണെങ്കിൽ ലെഫ്റ്റ് ഭാഗത്തേക്ക് കൂടുതലായിരിക്കും. തിയറി ഒന്നും കൂടുതലായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. എന്നാലും സ്ക്യൂനെസ് എന്താണ്, ഒരു ഫംഗ്ഷൻ്റെ സ്ക്യൂനെസ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നാണ് ഈ പറഞ്ഞത്, പോസിറ്റീവ് സ്ക്യൂനെസ്. അപ്പോൾ നമുക്ക് പോസിറ്റീവ് സ്ക്യൂനെസ് ആണെങ്കിൽ പോസിറ്റീവ് റൈറ്റ് ഭാഗത്തേക്ക് കൂടുതലായിരിക്കും, നെഗറ്റീവ് സ്ക്യൂനെസ് ആണെങ്കിൽ ലെഫ്റ്റ് ഭാഗത്തേക്ക് കൂടുതലായിരിക്കും. ഓക്കെ, ഇനി സ്ക്യൂനെസ്സിലായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് കോയിഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ. സോ കോയിഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബൈ മീൻ ഇൻറ്റു 100 ആണ്. ഇനി കാൾ പിയേഴ്സൺ സ്ക്യൂനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ മൈനസ് മോഡ് ബൈ SD ഓർ സിഗ്മ ഓർ 3 ഇൻറ്റു മീൻ മൈനസ് മീഡിയൻ ബൈ സിഗ്മ. സോ ഈ ഒരു ഫോർമുലയും നിങ്ങൾ ഇതാക്കിയിരിക്കണം. പിന്നെ ബൗലി സ്ക്യൂനെസ് ഉണ്ട്. അത് Q3 + Q1 - 2 Q2 ബൈ Q3 - Q1. ഇത് ക്വാർട്ടൈൽ ഡീവിയേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സോ ക്വാർട്ടൈൽ ഡീവിയേഷൻ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ക്വാർട്ടൈൽ ഡീവിയേഷൻ കണ്ട ആൾക്കാർക്ക് Q3 Q1 അല്ലെങ്കിൽ Q2 എന്താണെന്നറിയാം. Q2 മീഡിയൻ ആണ്, Q1 ഫസ്റ്റ് ക്വാർട്ടൈലാണ്, Q3 തേർഡ് ക്വാർട്ടൈലാണ്, ആൻഡ് Q2 എന്ന് പറയുന്നത് മീഡിയൻ ആണ് അല്ലെങ്കിൽ സെക്കൻഡ് ക്വാർട്ടൈലാണ്. അപ്പം ഇങ്ങനെയാണ് ബൗലി സ്ക്യൂനെസ് ചെയ്യാം. കാൾ പിയേഴ്സൺ സ്ക്യൂനെസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബൗലി സ്ക്യൂനെസ്സും ചോദിക്കാനുള്ള സാധ്യതകൾ അടുത്ത CGL എക്സാമിനുണ്ട്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഈ ഒരു ഫോർമുലാസ് ഒന്ന് ബൈഹാർട്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കി തന്നെ പല സാധനത്തിൻ്റെയും ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് എന്തായാലും ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് പോസിറ്റീവ് സ്ക്യൂനെസ് ഇൻഡിക്കേറ്റ്? സോ പോസിറ്റീവ് സ്ക്യൂനെസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. പോസിറ്റീവ് സ്ക്യൂനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ്ങർ ടെയിൽ ഓൺ ദ റൈറ്റ് ആണ്, റൈറ്റ് ഭാഗത്തേക്ക് ടെയിൽ കൂടുതലായിരിക്കും. സോ പോസിറ്റീവ് സ്ക്യൂനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് ഭാഗത്ത് കറക്റ്റ് ഇങ്ങനെ ഉണ്ടാവും, റൈറ്റ് ഭാഗത്തേക്ക് ടെയിൽ കൂടുതലായിരിക്കും. സോ ഇതാണ് പോസിറ്റീവ് സ്ക്യൂനെസ് എന്ന് പറയുന്നത്. ഓക്കെ, നെഗറ്റീവ് സ്ക്യൂനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചായിരിക്കും. ഇനി പോസിറ്റീവ് സ്ക്യൂനെസ്സിൽ നമ്മൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കേണ്ട കാര്യം, മീൻ ഗ്രേറ്റർ ദാൻ മീഡിയൻ ഗ്രേറ്റർ ദാൻ മോഡായിരിക്കും. പോസിറ്റീവ് സ്ക്യൂനെസ് മീൻ ഗ്രേറ്റർ ദാൻ മീഡിയൻ ഗ്രേറ്റർ ദാൻ മോഡായിരിക്കും. നെഗറ്റീവ് സ്ക്യൂനെസ് ആണെങ്കിൽ മീൻ ലെസ് ദാൻ മീഡിയൻ ലെസ് ദാൻ മോഡായിരിക്കും. സോ ഈ ഒരു കാര്യം ഒന്ന് ഓർത്ത് വെക്കണം. പോസിറ്റീവ് സ്ക്യൂനെസ് ആണെങ്കിൽ മീൻ ഗ്രേറ്റർ ദാൻ മീഡിയൻ ഗ്രേറ്റർ ദാൻ മോഡായിരിക്കും. മറ്റത് മീൻ ലെസ് ദാൻ മീഡിയൻ ലെസ് ദാൻ മോഡായിരിക്കും. ഓക്കെ, മീൻ ഈക്വൽ ടു 50, മീഡിയൻ ഈക്വൽ ടു 45 ആൻഡ് SD ഈക്വൽ ടു 10. വാട്ട് ഈസ് ദ സ്ക്യൂനെസ്? അപ്പം സ്ക്യൂനെസ്സിൻ്റെ ഫോർമുല നമുക്കറിയാം. സ്ക്യൂനെസ് ഈക്വൽ ടു മീനും മീഡിയനും ആണെങ്കിൽ, 3 ഇൻറ്റു മീൻ മൈനസ് മീഡിയൻ ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. നമ്മൾ തൊട്ട് മുന്നത്തെ സ്ലൈഡിൽ പറഞ്ഞതാണ് ഈ ഫോർമുല. 3 ഇൻറ്റു മീൻ മൈനസ് മീഡിയൻ ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇനി മോഡ് മാത്രമാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ മൈനസ് മോഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉപയോഗിക്കാം. സോ 3 ഇൻറ്റു 5 15 ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 10 ആണ്. സോ 15 ബൈ 10 1.5 വരും സ്ക്യൂനെസ്. പോസിറ്റീവ് സ്ക്യൂനെസ് ആണ്. സോ റൈറ്റ് ഭാഗത്തേക്ക് ടെയിൽ ഉണ്ടാവും. ഓക്കെ, വിച്ച് ഈസ് ട്രൂ ഫോർ നെഗറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ? അത് ഞാൻ നേരത്തെ പറഞ്ഞു. നെഗറ്റീവ്ലി സ്ക്യൂഡിലാണെങ്കിൽ മീൻ ലെസ് ദാൻ മീഡിയൻ ലെസ് ദാൻ മോഡായിരിക്കും. സോ മീൻ ലെസ് ദാൻ മീഡിയൻ ലെസ് ദാൻ മോഡായിരിക്കും. ഓക്കെ, CV ഈക്വൽ ടു 25% ആൻഡ് മീൻ ഈക്വൽ ടു 80. വാട്ട് ഈസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ? നമുക്കറിയാം കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ്റെ ഫോർമുല എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബൈ മീൻ ഇൻറ്റു 100 ആണ്. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ഇവിടെ 25 ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അറിയില്ല. മീൻ എന്ന് പറയുന്നത് 80 ആണ് ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് 200 ബൈ 10 വരും, ഓർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു 20 വരും. ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടിട്ട് ഇങ്ങനെ തന്നിട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് പിന്നെ സ്ക്യൂനെസ് കാണാനുള്ള പ്രോബ്ലം ഉണ്ട് കേട്ടോ. നമുക്ക് ഇതിൽ തന്നെ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഞാൻ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം, മോഡ് ഈക്വൽ ടു 30, മീൻ ഈക്വൽ ടു 35 ആൻഡ് SD ഈക്വൽ ടു 5. ദ സ്ക്യൂനെസ് ഈസ്
ഇവിടെ മീനും മോഡും ആണ് തന്നത്. നേരത്തെ മീനും മീഡിയൻ ആയിരുന്നു തന്നത്. അപ്പോൾ മീനും മോഡും ആയിരുന്ന സമയത്ത് നിങ്ങൾക്കറിയാം സ്ക്യൂനെസിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് മീൻ മൈനസ് മോഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. വളരെ സിമ്പിളാണ്. മീൻ മൈനസ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 വരും, ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ 5 വരും. സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 5/5, യു വിൽ ഗെറ്റ് 1 ആസ് സ്ക്യൂനെസ്. ഓക്കെ, ഗുഡ്. നെക്സ്റ്റ്, mean equal to 50, median equal to 45 and standard deviation equal to 10, then the Pearson skewness coefficient is. Again, മീനും മീഡിയനും തന്ന് 3 ഇൻറ്റു മീൻ മൈനസ് മീഡിയൻ ബൈ, ഇത് നമ്മൾ ഓൾറെഡി ചെയ്തൊരു പ്രോബ്ലമാണ്. നേരത്തെ തന്നെ ഉണ്ട്, 1.5 ഓൾറെഡി ഉണ്ട്, അപ്പോൾ ഞാൻ അത് പറയുന്നില്ല. ഓക്കെ, income distribution of a country where few people earn extremely high salaries, the skewness is likely to be. So extremely high salary earn ചെയ്യുന്നത്, അതായത് ഒരു മീഡിയൻ ഡിസ്ട്രിബ്യൂഷനിൽ നിന്നും കൂടുതലായിട്ടുള്ളത്, ഒരു മീഡിയൻ ലെവലിൽ നിന്നും, മീഡിയൻ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് മിഡിൽ ലെവൽ, അതിൽ നിന്നും കൂടുതലായിട്ട് ഹൈ ലെവൽ സാലറി ഏൺ ചെയ്യുന്ന വളരെ ഫ്യൂ പീപ്പിൾ ഉള്ളെങ്കിൽ നിങ്ങൾക്കറിയാം സ്ക്യൂനസ് ഈസ് ലൈക്ലി ടു ബി പോസിറ്റീവ്. സ്ക്യൂനസ് ഒരു പോസിറ്റീവ് ടെയിൽ അതിൽ വരും. സോ സ്ക്യൂനസ് ഈസ് ലൈക്ലി ടു ബി പോസിറ്റീവ്. For a data set with Q1 equal to 20, Q2 equal to 30 and Q3 equal to 40, Bowley's skewness is. So Bowley's skewness നമുക്കറിയാം Q3 plus Q1 minus 2Q2, Q3 plus Q1 minus 2Q2. ഇനി Q3യും Q1 ഒക്കെ എങ്ങനെ കാണുക എന്നുള്ളത് ഇത് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. കാണുക എന്നുള്ളത് നമുക്ക് എന്തിലുണ്ട്, ക്വാർട്ടൈൽ ഡീവിയേഷൻ്റെ ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. സോ Q3 plus Q1 minus 2Q2 by Q3 minus Q1 വരും. സോ Q3 എന്ന് പറയുന്നത് 40 ആണ്, പ്ലസ് Q1 20 ആണ്. 40 plus 20 60 മൈനസ് 2Q2 എന്ന് പറയുന്നത് വീണ്ടും 60 വന്നു. അവിടെ ആൻസർ എന്തായി, 0 ആയി. സോ ബൗലീസ് സ്ക്യൂനസ് ഈസ് 0. ഓക്കെ, നൗ നെക്സ്റ്റ്. In an exam, 25% of the students scored less than 40, 50% scored less than or equal to 60 and 75% is scored less than or equal to 85. The skewness is. അപ്പം നമുക്കറിയാം Q1 Q2 Q3 എന്ന് പറയുന്ന ക്വാർട്ടൈൽ ഡീവിയേഷനിൽ Q1 എന്ന് പറയുന്നത് 25% ആണ്, Q2 എന്ന് പറയുന്നത് നടുക്കാണ് 50% വരും, Q3 എന്ന് പറയുന്നത് 75% ആണ്. അതിന് ഒരു സെറ്റിന്, ഡാറ്റ സെറ്റിന് നമ്മൾ 4 ഡിവൈഡ് ചെയ്യുമ്പോൾ Q1 25% ആണ്. സോ 25% സ്റ്റുഡൻസ് സ്കോർഡ് ലെസ് ദാൻ or equal to 40 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q1 വിൽ ബി 40 and Q2 will be 50% scored less than or equal to 60 എന്ന് പറഞ്ഞാൽ Q2 will be 60 and Q3 75% scored less than or equal to 85 എന്ന് പറഞ്ഞാൽ Q3 equal to 85. Now the skewness, ഈ Q1 Q2 Q3 തന്നു കഴിഞ്ഞാൽ നമുക്ക് ബൗലി സ്ക്യൂനസ് മാത്രമേ കാണാൻ പറ്റൂ. സോ Q3 plus Q1 will be 125 minus 2Q2 will be 120 by Q3 minus Q1 will be 45. So it will be like 125 minus 5 by 45. So 5 by 45 is nearly equal to 0.1, right? 1 by 9 വരും അല്ലേ, 1 by 9. So 1 by 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 1.11 ആണ്. ഓക്കെ, യു വിൽ 0.11 ആണ്, യു വിൽ റൈറ്റ് ആസ് 0.1. So 0.1 will be the skewness. Okay, now next question. 2 batsmen's score are A, mean 60, standard deviation 6. രണ്ടാമത്തത് B, mean 55, standard deviation 5. Who is more consistent? സോ മോർ കൺസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കുറവായിരിക്കും. സോ ഫസ്റ്റിലത്തെ ആളുടെ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബൈ മീൻ ഇൻറ്റു 100 ആണ്. സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫസ്റ്റിലത്തെ ആളത് 6/60 ഇൻറ്റു 100 ഓർ 1/10 വരും. രണ്ടാമത്തെ ആൾ സ്റ്റാൻഡേർഡ് ഇത് എയുടെ ആണ്. ബിയുടെ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതേപോലെ 5/55 വരും ഓർ 1/11 വരും. സോ 1/11 ആയിരിക്കും കുറവ്. സോ 1/11 കുറവായതുകൊണ്ട് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കുറവാണ്, മീൻസ് കൺസിസ്റ്റൻസി കൂടുതലാണ്. സോ ബി ഈസ് മോർ കൺസിസ്റ്റൻറ്റ്. അടുത്ത ചോദ്യം, മീൻ ഈക്വൽ ടു 150, കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ഈക്വൽ ടു 6%, സ്ക്യൂനസ് ഈക്വൽ ടു 0.2, വാട്ട് ഈസ് ദ മോഡ്? മീന്, കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ, സ്ക്യൂനസ് തന്നിട്ടുണ്ട്, വാട്ട് ഈസ് ദ മോഡ്? അപ്പോൾ സ്ക്യൂനസ് കാണാൻ നമുക്ക് അറിയാം മോഡാണ് ചോദിച്ചത്. അപ്പോൾ സ്ക്യൂനസ് തന്നിട്ടുണ്ട്, അപ്പോൾ മോഡും മീനും വെച്ചുള്ള സാധനമുണ്ട്. സോ മോഡും മീനും വെച്ചുള്ള ഫോർമുലയിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷനോട് കാണാം. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാൻ നമുക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ്റെ ഫോർമുല ഉണ്ട്. കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബൈ മീൻ ഇൻറ്റു 100 വരും. സോ ഇവിടെ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ 6% ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്കറിയില്ല. സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബൈ മീൻ എത്ര തന്നിട്ടുണ്ട്, 150 ആണ്, ഇൻറ്റു 100. സോ ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു 9 വരും. സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് 9 കിട്ടി. സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് 9 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മോഡ് കാണാം. കാരണം മീൻ മൈനസ് മോഡ്, മീൻ എത്രയാണ് വരുന്നത്, 150 മൈനസ് മോഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു സ്ക്യൂനസ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് വരും വെച്ചാൽ എക്സ് ഈക്വൽ ടു എന്ത് വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ 150 മൈനസ് 1.8 വരും.
അപ്പോൾ 148.2 വരും മോഡ്. ഓക്കെ, സോ ഈ ഒരു ടൈപ്പ് കൂടി നമ്മൾ ആലോചിച്ച് വെക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മീൻ ഈക്വൽ ടു 300, മോഡ് ഈക്വൽ ടു 285, സിഗ്മ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു 20, വാട്ട് ഈസ് എ മീഡിയൻ എന്നാണ് ചോദിച്ചത്. സോ വാട്ട് ഈസ് എ മീഡിയൻ? അപ്പോൾ നമുക്ക് മീഡിയൻ കാണാൻ മീൻ, മോഡ്, സിഗ്മ ഈ 3 സാധനങ്ങൾ തന്നിട്ടുണ്ട്. നോ വി ഹാവ് ടു ഫൈൻഡ് വാട്ട് ഈസ് ദ മീഡിയൻ. സോ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് എന്ത് കാണാമെന്ന് വെച്ചാൽ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കാണാൻ പറ്റും. സോ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയുന്ന കാര്യമാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബൈ മീൻ ഇൻറ്റു 100 ആണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇവിടെ 20 ആണ്, ബൈ മീൻ 300 ആണ്, ഇൻറ്റു 100. സോ മീൻ 300 ഇൻറ്റു 100 വരുന്ന സമയത്ത് 20/3 വരും ഇവിടെ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ. സോ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ നമുക്ക് 20/3 കിട്ടി. നമുക്കിനി കാണേണ്ടത് മീഡിയൻ ആണ്. സോ മീഡിയൻ കാണാൻ നമുക്ക് സ്ക്യൂനെസ് കൂടി കാണാം എന്തായാലും. സോ സ്ക്യൂനെസ്, വാട്ട് വിൽ ബി ദ സ്ക്യൂനെസ് കിട്ടാൻ നമുക്ക് ഇവിടെ മോഡും മീഡിയനും തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് സ്ക്യൂനെസ് എന്ത് കാണാം? സ്ക്യൂനെസ് ഈക്വൽ ടു നമുക്ക് ഓക്കെ ഇവിടുന്ന് സ്ക്യൂനെസ് തന്നെ കണ്ടാൽ മതിയായിരുന്നു. നമുക്ക് സ്ക്യൂനെസ് ഈക്വൽ ടു നമുക്ക് എന്താക്കാം, മീൻ മൈനസ് മോഡ് 300 മൈനസ് 285 ബൈ എസ് ടി ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു 20 ആണ്. സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു നമുക്ക് 20 എന്ന് വരുന്ന സമയത്ത് സ്ക്യൂനെസ് നമുക്ക് എന്ത് വരും? 15/20 എന്ന് പറഞ്ഞത് 0.75 വരും നമ്മുടെ സ്ക്യൂനെസ്. സോ സ്ക്യൂനെസ് നമുക്ക് 0.75 കിട്ടി. അപ്പം ഇനി നമുക്ക് സ്ക്യൂനെസ് 0.75 ആയതുകൊണ്ട് സ്ക്യൂനെസ്സിന് നമുക്ക് എന്ത് ഇക്വേഷൻ ഉണ്ട്? 3 ഇൻറ്റു മീൻ മൈനസ് മീഡിയൻ ബൈ എസ് ടി എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട് സ്ക്യൂനെസ്സിന്. ഓക്കെ, 3 ഇൻറ്റു മീൻ മൈനസ് മീഡിയൻ ബൈ എസ്. അപ്പോൾ നമുക്ക് ഇവിടെ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കാണേണ്ട ആവശ്യമില്ല കേട്ടോ, കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കാണേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പം സ്ക്യൂനെസ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.75 ആണ്. സോ 0.75 ഈക്വൽ ടു 3 ഇൻറ്റു മീൻ 300 ആണ്, 300 മൈനസ് മീഡിയൻ എത്രയാണോ അത് കാണേണ്ട മീഡിയൻ ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് വരുന്നത് 20 ആണ്. അപ്പോൾ നമുക്ക് എത്ര വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 20 ഇൻറ്റു 0.75 എന്ന് പറഞ്ഞാൽ 15 വരും. 15 ഈക്വൽ ടു 900 മൈനസ് 3 വരും, 3 മീഡിയൻ. അപ്പോൾ ഇതിൽ നിന്ന് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 3 മീഡിയൻ ഈക്വൽ ടു 885 വരും. സോ 885/3 വരും മീഡിയൻ. സോ 885/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 295 വരും നമ്മുടെ മീഡിയൻ. ഓക്കെ, സോ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒന്ന് നോക്കി വെക്കണം. ഇത് സ്ക്യൂനെസ്സിൽ വരുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതിൽ എക്സ്ട്രാ വരുന്നത് നമുക്ക് കാരണം നമ്മൾ ഇപ്പോൾ ഒരു എക്സാം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ, സെലക്ഷൻ പോസ്റ്റ് എക്സാം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പം ബാക്കി വരുന്ന എക്സാംസുകൾ അവിടെ ഉണ്ട്. അപ്പം മേ ബി എക്സ്ട്രാ കാര്യങ്ങൾ ചോദിക്കുമെന്നുള്ളത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷേ ഇത് നമുക്ക് നോക്കി തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കൂടുതലുള്ളത്. അപ്പോൾ ഇതുകൂടി നിങ്ങൾ എക്സ്ട്രാ പഠിച്ചു വെക്കുക. സോ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.